എപ്പോഴായിരുന്നു കള്ളാക്രമണം രൂക്ഷമായത്? രാത്രി നിങ്ങൾക്കിടെ വീട്ടിൽ ഉറങ്ങുമായിരുന്നു? അതെ, ഞാനും അമ്മയും എൻ്റെ മക്കളും ഭാര്യയും ഞങ്ങളിവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു 11:30 കൂടി തന്നെ ഇത് ചെറിയൊരു സൗണ്ട് കേട്ടായിരുന്നു. അപ്പോൾ പോയി നോക്കിയപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങനെ ഇത് ഫുള്ളായിട്ട് അങ്ങനെ താഴോട്ട് വീഴുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങൾ കണ്ടത്. അതിനുശേഷം ഈ മേശയാണ് ഈ വാതിലിൽ ഞങ്ങൾ അടച്ചു വെച്ചിട്ട് ഇവിടെ കിടന്നത്. നല്ല മഴയായിരുന്നു, നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കടലാക്രമണവും കൂടെ ഉണ്ട്. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു കാറ്റ് വീണോടുകൂടി ഷീറ്റോടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പറത്തി കൊണ്ടുപോവുകയും പിന്നെ ഞങ്ങൾക്ക് ഒരു ഭയാനകമായ ഒരു രീതിയായിരുന്നു. തന്നെയാണോ വന്നിട്ട് കഴിച്ചു കൂട്ടിയത്? ഇന്നലെ ഇവിടെയാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്. ഇന്ന് രാവിലെ സാധനങ്ങളെടുത്ത് മാറ്റി വേറൊരു വീട്ടിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പോകാനായിട്ട്. പുനരധിവാസത്തിന് ഞങ്ങൾക്ക് ഇനി പോകണമെങ്കിൽ തന്നെ പോകാനായിട്ട് ഒരു വഴിയില്ലാതെയാണ് ഞാനും മക്കളെ നിൽക്കുന്നത്. ഇന്നലെ ഇത് ഇവിടെ ഉണ്ടായിരുന്നോ? പേടിച്ചായിരുന്നു ഇത് കണ്ടിട്ട്? രാത്രി എന്ത് ചെയ്തു? വന്നിട്ട് ഉറങ്ങിയില്ല രാത്രി? ആണോ? വേറെ കൂട്ടുകാരുടെ വീട്ടിലോട്ടൊന്നും പോകാൻ സ്ഥലമില്ലല്ലേ? ഇന്നലെ എപ്പോഴായിരുന്നു ചേച്ചി നിങ്ങളൊക്കെ ഇവിടെ? 11:30 തുടങ്ങി. ഇതുവരെ ആരും ഞങ്ങൾ നോക്കാൻ ഒന്നും വന്നില്ല. ഈ കുട്ടികളൊന്നും മാറ്റി വേറെ സ്ഥലത്തേക്ക് പോകാനില്ല? എല്ലാം പേടിച്ച്, അമ്മയും പേടിച്ച് ഇപ്പൊ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്നു. ചേച്ചി കൊണ്ടുപോയി, ഇതുവരെ കൊണ്ടുവന്നില്ല. എന്താന്ന് അറിഞ്ഞൂടെ. ചേട്ടാ, ഇവിടുന്ന് ആരെങ്കിലും ക്യാമ്പിലേക്കൊക്കെ മാറി വന്ന് പറഞ്ഞിട്ടില്ല ചേട്ടാ. ഇവിടെ നിന്ന് ആരും, ഒരു ഗവൺമെന്റോ ഒരു പള്ളി വികാരിയോ ആരും ഇതുവരെ വന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു. അറിയിക്കേണ്ട എല്ലാവരെയും TV എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു. ഈ ഒരു ഗവൺമെന്റ് UP സ്കൂൾ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം അതും ചോദന അവസ്ഥയിലാണ്. ഇന്നും ഇന്ന് 3 വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ആളുണ്ട് ഗവൺമെന്റ് UP സ്കൂളിൽ. ഞങ്ങൾ ഏത് ക്യാമ്പിലോട്ടാണ് പോവേണ്ടത്? ഇതുവരെയായിട്ടും ആരും വന്നില്ല. ഇതുവരെയും വന്നിട്ടില്ല. ഒരു ഞങ്ങളുടെ പ്രകടനം നടന്നിട്ട് പോലും ഇവിടെ ആരും വന്ന് തിരിഞ്ഞു നോക്കിയില്ല. എന്താണ് ഈ പ്രദേശത്തുള്ള നിലവാരം എന്ന് പോലും ഏത് മെമ്പർമാരും ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ 4 ശിശുക്കളെയും കൊണ്ട് ഈ മാതാപിതാക്കളെ എവിടെ പോവാൻ? എവിടെയാണ് കയറി കിടക്കേണ്ടത്? ഈ കടൽക്ഷോഭവും എല്ലാം അറിയാം. പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. അവരെവിടെയാണ് പോവേണ്ടത്? ഒരു ഏറ്റിനായിട്ട് അവർ പണിയില്ലാതെ നശിച്ച് ഓഗി വന്നതിനപ്പുറമായിട്ട് കടലിൽ പോകുന്നവർക്ക് ഭയങ്കര ക്ഷാമമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന വിഷയം. സ്ഥിരം കടലാക്രമണം ഇതുവരെയും ഇത് കടൽ കയറിയിട്ട് ഇതുവരെ അങ്ങോട്ട് കടൽ നീങ്ങിയിട്ടില്ല. അപ്പൊ ഈ അവസ്ഥയിൽ ഈ കുടുംബം എവിടെ പോയി താമസിക്കും? ബന്ധപ്പെട്ട അധികാരികൾ എന്താ പറയുന്നത്? ആരും വരുന്നില്ല, കണ്ണടച്ച് നിൽക്കുന്ന. അവർക്ക് ഇലക്ഷൻ സമയമാകുമ്പോ ആരും വരുന്നില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു വാടകയ്ക്ക് പോകണമെങ്കിൽ അതിന് പോലും സാമ്പത്തികം നമ്മുടെ അടുത്ത് ഇല്ല. ബന്ധപ്പെട്ടായിരുന്നു പഞ്ചായത്ത് മെമ്പർ എവിടെ? ഈ വീട്ടിലെ വ്യക്തി ഇതാണ്ട്, ആ വീട്ടിലെ വ്യക്തി അപ്പുറത്തെ വീട്ടിലെ വ്യക്തി പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി. ഞങ്ങൾക്ക് ഇതാണല്ലോ രൂപതയാണ്, ഞങ്ങളെ പള്ളിയാണ്. ഞങ്ങൾ വേറെ, ഞാൻ 4ാം ക്ലാസ്സേ ഉള്ളൂ. ഞാനാണ് ഇവിടെ നിന്ന് ഇവിടെ തന്നെ താമസിക്കുന്നത് സുരക്ഷിതമല്ലല്ലോ. അപ്പൊ മാറി താമസിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാർ കടലിൽ പണിക്ക് പോകുന്നവരാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം. പെട്ടെന്ന് ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് 50,000 രൂപ കൊടുക്കാനുള്ള കഴിവൊന്നും ഇല്ല ഞങ്ങൾക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പള്ളികളിൽ കയറി ഇറങ്ങുന്നത്. നമുക്ക് ബന്ധപ്പെട്ടവരെ കാണുന്നത്. പക്ഷെ ആരും ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. പട്ടിയുടെ വില പോലും ഞങ്ങൾക്ക് തരുന്നില്ല. ക്യാമ്പ് തുറന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരും? അതാണ് പ്രധാനം. നമുക്ക് ക്യാമ്പ് തുറന്ന് തരുന്നവര്, ക്യാമ്പ് തന്ന നമുക്ക് എല്ലാ കുട്ടികളെയും കൊണ്ട് നമുക്ക് സുരക്ഷിതരല്ല. അവിടെ ബന്ധു വീട്ടിൽ നമ്മൾ മാത്രമാണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. നമുക്കിപ്പോൾ 4-5 മക്കളുണ്ട്. എൻ്റെ അമ്മ ഒരു വികലാംഗിയാണ്. എൻ്റെ അമ്മേനെ കൊണ്ട് എനിക്ക് എല്ലാ വീടുകളിലും ക്യാമ്പിൽ പോയി ഇരിക്കാനുള്ള അവസ്ഥയും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റിനോട് ഒന്നേ അപേക്ഷിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീട് കണ്ടെത്തി ഞങ്ങളെ സുരക്ഷിതരാക്കുക. എല്ലാവർക്കും നഷ്ടപ്പെട്ട എല്ലാവർക്കും ഓരോ ഭവനങ്ങൾ വേണം. അല്ലാതിരുന്ന ഇനി ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളോടൊപ്പം നശിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇവിടെ എത്ര കുടുംബങ്ങളാണ് താമസിക്കുന്നത്? ഇവിടെ ഏകദേശം തീരത്ത്, അത് വികാരി അച്ഛനോട് ചോദിച്ചാലേ പറയാൻ പറ്റും. ഏകദേശം ഒരു 1500 കുടുംബം ഈ തീരപ്രദേശത്തുണ്ട്. 1500 കുടുംബമുണ്ട്. മൊത്തത്തിൽ ഇപ്പം ബാധിച്ചിരിക്കുന്ന ഇപ്പം ഇതാണ്ട് ഈ വീട് കഴിഞ്ഞ് 2 പേര് വീട്, ഏകദേശം ഒരു 75 വീടുകളുണ്ടാവും. 75 വീടുകളിൽ ഇന്നലെ ഈ കടൽ കയറി സ്ഥിരം വരികയില്ലേ? ഇന്നലെ അല്ലല്ലോ, ഇപ്പം 2 ആഴ്ച ആയില്ലേ ഈ കടലാക്രമണം തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാ ദിവസവും കടലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 3ാമത്തെ വീടാണ്. എൻ്റെ വീടിൻ്റെ മതിലും വീട് എല്ലാം ഇതുപോലെ എല്ലാം ഈ റോഡ് വരെ, റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡുള്ള എല്ലാ വീടുകാരും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ ഭയങ്കര കരച്ചിലാണ്, പേടിച്ചിട്ട്. അവരെ പറയും നമുക്കിവിടെ നിന്ന് മാറാനുള്ള സാമ്പത്തികം നമുക്കില്ല. രാവിലെ ഇന്ന് വേവിക്കാൻ പോലും സ്ഥലമില്ലാതെ വിശന്നാണ് ഇരിക്കണത് ഈ മക്കള്. 1-2 മക്കളാണ്. 4 മക്കളെ ഒരു കുടുംബം കൊണ്ട് എവിടെ പോയി താമസിക്കാൻ പറ്റും? ഒരു ഭവനത്തിൽ 2-3 കുടുംബം താമസിക്കണം.